നമസ്കാരം. ഇൻട്രൊഡക്ഷൻ ടു നെറ്റ്ബീൻസ് IDE എന്ന ട്യൂട്ടോറിയലിലേക്ക് സ്വാഗതം. ഈ ട്യൂട്ടോറിയലിൽ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് നെറ്റ്ബീൻസിന്റെ പ്രാരംഭ ഭാഗങ്ങളെക്കുറിച്ചാണ്. നെറ്റ്ബീൻസ് സൗജന്യമായ ഓപ്പൺ സോഴ്സ് ഇന്റഗ്രേറ്റഡ് ഡെവലപ്മെന്റ് എൻവയോൺമെന്റ് ആണ്. www.netbeans.org എന്ന വെബ്സൈറ്റിൽ നിന്നും ലഭ്യമാണ്. ഇതിൽ ഇന്റഗ്രേഷന്റെ വിവിധ തരത്തിലുള്ള ഘടകങ്ങളെക്കുറിച്ച് പഠിക്കുന്നു. പല അഡ്വാൻസ്ഡ് ടെക്സ്റ്റ് എഡിറ്റേഴ്സിനും സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജുകൾക്കും ഉപയോഗപ്രദമാണ്. GUI പ്രോജക്റ്റുകൾ ഉണ്ടാക്കുന്നതിനും രൂപരേഖ തയ്യാറാക്കുന്നതിനും ഡാറ്റാബേസിനെ സഹായിക്കുന്നു. ഈ ട്യൂട്ടോറിയൽ പൂർണ്ണമാകുന്നതിന് ജാവ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിന്റെ പ്രാഥമിക വിവരങ്ങൾ അനിവാര്യമാണ്. ഈ ട്യൂട്ടോറിയലിൽ നിലവിലുള്ള പ്രോഗ്രാമിംഗ് സാങ്കേതിക ഭാഷകളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നെറ്റ്ബീൻസ് ആരംഭിക്കുന്നതിന് ഞാൻ ഉപയോഗിക്കുന്നത് ലിനക്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഉബുണ്ടുവിന്റെ 11.04 വേർഷൻ ആണ്. നെറ്റ്ബീൻസ് IDE വേർഷൻ 7.1.1. ഈ ട്യൂട്ടോറിയലിൽ നെറ്റ്ബീൻസിന്റെ ഇൻസ്റ്റാളേഷനെ കുറിച്ച് നമുക്ക് പരിശോധിക്കാം. നെറ്റ്ബീൻസിന്റെ ഇന്റർഫേസുകൾ പരിചയപ്പെടാം. ഒരു ജാവ പ്രൊജക്ട് സാമ്പിൾ ക്രിയേറ്റ് ചെയ്യാം. ആദ്യമായി IDE ഇൻസ്റ്റാൾ ചെയ്യുന്നത് എങ്ങനെയെന്ന് നോക്കാം. നെറ്റ്ബീൻസ് netbeans.org എന്നതിൽ നിന്നും ഡൗൺലോഡ് ചെയ്യാം. ഇത് പ്രധാന ഔദ്യോഗിക സൈറ്റ് ആണ്. സൈറ്റിന്റെ പ്രധാന പേജിലെ ഡൗൺലോഡ് ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. തൊട്ടടുത്ത പേജ് ലോഡ് ചെയ്യുമ്പോൾ എല്ലാ സാങ്കേതിക വിദ്യകളും പിന്താങ്ങുന്ന IDEക്ക് അനിവാര്യമായ ഗ്ലാസ്ഫിഷ് സെർവർ ഉൾപ്പെടുന്ന അവസാന കോളത്തിൽ കാണുന്ന ഡൗൺലോഡ് ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. നെറ്റ്ബീൻസ് ഇൻസ്റ്റാൾ ചെയ്യുന്നതിന് ജാവ ഡെവലപ്മെന്റ് കിറ്റ് JDK ആവശ്യമാണ്. ഇത് java.sun.com എന്നതിൽ നിന്നും ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. നെറ്റ്ബീൻസും JDK ബണ്ടിലും ആണ് ഡൗൺലോഡ് ചെയ്യുന്നതിനായി ഗെറ്റ് ജാവ ലിങ്ക് ക്ലിക്ക് ചെയ്തതിനു ശേഷം തിരഞ്ഞെടുക്കാവുന്നതാണ്. തൊട്ടടുത്ത പേജ് ലോഡ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന് യോജിക്കുന്ന സെറ്റപ്പ് ഫയൽ തിരഞ്ഞെടുക്കുക. ഉബുണ്ടുവിൽ സെറ്റപ്പ് ഫയൽ ഡൗൺലോഡ് ചെയ്യുന്നതിന് .sh ഫയൽ ആയിട്ടാണ്, അതായത് ഷെൽ സ്ക്രിപ്റ്റ് ഫയൽ. ഈ ഫയൽ ടെർമിനലിൽ പോയി റൺ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഡൗൺലോഡ് ആവുന്ന സെറ്റപ്പ് ഫയൽ ഉള്ള വിൻഡോ അല്ലെങ്കിൽ ഡയറക്ടറിയിലേക്ക് നാവിഗേറ്റ് ചെയ്യുക. ഡൗൺലോഡ് ചെയ്ത ഫയലിന്റെ പേരിന് ശേഷം sh എന്ന് ടൈപ്പ് ചെയ്ത് എന്റർ ബട്ടൺ അമർത്തുക. കുറച്ചു സമയം കാത്തിരിക്കുക. ഇൻസ്റ്റാളർ ആരംഭിക്കുന്നു. ഇപ്പോൾ ഇൻസ്റ്റാളർ സ്ക്രീനിൽ കാണാവുന്നതാണ്. സ്ക്രീനിൽ തെളിഞ്ഞു വരുന്ന നിർദ്ദേശങ്ങൾ അനുസരിച്ച് IDE ഇൻസ്റ്റാൾ ചെയ്യാവുന്നതാണ്. ഞാൻ ഇപ്പോൾ ഇൻസ്റ്റാളറിൽ നിന്ന് പുറത്തുകടക്കുന്നു. ഇനി നമുക്ക് നെറ്റ്ബീൻസ് വിൻഡോ തുറക്കാം. നിങ്ങളുടെ ഉബുണ്ടു ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ നെറ്റ്ബീൻസ് ഓപ്പൺ അല്ലെങ്കിൽ ലോഞ്ച് ചെയ്യുക. മെനു ഐറ്റത്തിൽ അപ്ലിക്കേഷൻസ് എന്നതിലെ പ്രോഗ്രാമിൽ നെറ്റ്ബീൻസ് IDE ഐക്കൺ ക്ലിക്ക് ചെയ്യുക. ആദ്യമായി IDE തുറക്കുമ്പോൾ നെറ്റ്ബീൻസ് സ്റ്റാർട്ട് പേജ് തുറക്കുന്നു. IDE വിൻഡോവിൽ ഉൾപ്പെട്ടിരിക്കുന്നത് മെനു ബാർ, ടൂൾ ബാർ, വർക്ക്സ്പേസിന് സമാനമായ ഫയൽ സിസ്റ്റം വിൻഡോ, റൺ ടൈം, ഔട്ട്പുട്ട് വിൻഡോ എന്നിവയാണ്. നിങ്ങൾക്ക് നെറ്റ്ബീൻസ് ഉപയോഗിക്കുന്നതിനാവശ്യമായ കമാൻഡുകൾ മെയിൻ മെനുവിൽ നിന്ന് ലഭിക്കുന്നു. നിങ്ങളുടെ പ്രോജക്റ്റുകൾ ക്രിയേറ്റിംഗിനും എഡിറ്റിംഗിനും കമ്പൈലിംഗിനും റണ്ണിംഗിനും ഡീബഗ്ഗിംഗിനും ഉപയോഗിക്കാം. മെനു ബാറിൽ എപ്പോഴും ഉപയോഗിക്കുന്ന കമാൻഡുകൾ മെനു ബാറിന് താഴെയുള്ള ടൂൾ ബാറിൽ നൽകിയിരിക്കുന്നു. വർക്ക്സ്പേസ് എന്നാൽ പലതരത്തിലുള്ള ഓപ്പറേഷൻ നടക്കുന്ന വിൻഡോകളുടെ ഒരു കൂട്ടമാണ്. ഉദാഹരണമായി വർക്ക്സ്പേസ് വിൻഡോ എഡിറ്റ് ചെയ്യുന്നതിന് എക്സിക്യൂഷൻ, ഔട്ട്പുട്ട് അല്ലെങ്കിൽ ഡീബഗ്ഗിംഗ് എന്നിവ വർക്ക്സ്പേസ് വിൻഡോയുടെ താഴെ കാണിക്കുന്നു. അടുത്തതായി നമുക്ക് ജാവ പ്രൊജക്ട് ക്രിയേറ്റ് ചെയ്യാം. ജാവ പ്രൊജക്ട് ക്രിയേറ്റ് ചെയ്യുന്നതിനായി ഫയൽ മെനുവിൽ ന്യൂ പ്രൊജക്റ്റിൽ ക്ലിക്ക് ചെയ്യുക. കാറ്റഗറീസിന് താഴെയുള്ള ന്യൂ പ്രൊജക്ട് വിസാർഡ് ബോക്സിൽ പ്രൊജക്റ്റിന് താഴെയുള്ള ജാവ ഓപ്ഷൻ സിലക്ട് ചെയ്യുക. ജാവ ആപ്ലിക്കേഷൻ സിലക്ട് ചെയ്തതിനു ശേഷം നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക.
വിസാർഡിലെ നെയിം ആൻഡ് ലൊക്കേഷൻ പേജിൽ നിങ്ങൾക്ക് കീബോർഡ് റീഡർ എന്ന പ്രൊജക്റ്റ് നെയിം നൽകാം. സെറ്റ് ആസ് മെയിൻ പ്രൊജക്റ്റ് എന്ന ചെക്ക് ബോക്സ് തിരഞ്ഞെടുത്തു ഫിനിഷ് എന്നത് ക്ലിക്ക് ചെയ്യുക. IDEയിൽ ആണ് പ്രോജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നതും ഓപ്പൺ ചെയ്യുന്നതും. ഒരിക്കൽ പ്രോജക്റ്റ് ക്രിയേറ്റ് ചെയ്തു കഴിഞ്ഞാൽ IDE വിൻഡോവിന്റെ ഇടതുവശത്തായി പ്രൊജക്ട്സ് വിൻഡോ ലഭ്യമാകുന്നു. ഇതിലൂടെ ട്രീ വ്യൂ ലഭിക്കും. നിങ്ങളുടെ കോഡിനനുസരിച്ച് സോഴ്സ് ഫയൽ, ലൈബ്രറീസ് തുടങ്ങിയ കമ്പോണന്റുകളും ലഭ്യമാകും. വലതുഭാഗത്തായി കീബോർഡ് റീഡർ.java ഫയലിനോട് കൂടി സോഴ്സ് എഡിറ്റർ ഫയൽ തുറക്കുന്നതായി കാണാം. മെയിൻ ക്ലാസ്സിൽ ഉദാഹരണമായി ജാവ കോഡ് എന്ന് എന്റർ ചെയ്യാം. ഇൻപുട്ട് ഒരു വോൾ നമ്പർ അല്ലെങ്കിൽ ഫ്ലോട്ടിംഗ് പോയിന്റ് നമ്പർ ആണ് എങ്കിൽ ഈ കോഡ് കീബോർഡ് ഇൻപുട്ടിൽ റീഡ് ചെയ്യുകയും ഔട്ട്പുട്ട് നൽകുകയും ചെയ്യുന്നു. ഞാൻ ഇപ്പോൾ IDE വർക്ക്സ്പേസിൽ നിലനിൽക്കുന്ന കോഡിലേക്ക് പുതിയ കോഡ് ക്ലിപ്ബോർഡിൽ കോപ്പി ചെയ്തിരിക്കുന്നു. നമ്മുടെ പ്രോജക്റ്റ് റൺ ചെയ്യുന്നതാണ് അടുത്ത നടപടി. NetBeans IDEയിൽ ഒരു പ്രോജക്റ്റ് റൺ ചെയ്യുന്നതിനായി 3 രീതികളാണ് ഉള്ളത്. ആദ്യത്തെ രീതി, പ്രോജക്റ്റ് വിൻഡോയിലെ പ്രോജക്റ്റ് നോഡിൽ ക്ലിക്ക് ചെയ്ത് കോണ്ടെക്സ്റ്റുവൽ മെനുവിലെ റൺ ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. അല്ലെങ്കിൽ ടൂൾ ബാറിൽ റൺ പ്രോജക്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യാം. അതുമല്ലെങ്കിൽ പ്രോജക്റ്റ് റൺ ചെയ്യാനായി കീബോർഡിലെ F6 എന്ന കീ അമർത്തുക. ഞാനിപ്പോൾ പ്രോജക്റ്റ് നോഡിൽ റൈറ്റ് ക്ലിക്ക് ചെയ്ത് റൺ ഓപ്ഷൻ തിരഞ്ഞെടുക്കുന്നു. ജാവ ആപ്ലിക്കേഷൻ റൺ ചെയ്യുമ്പോൾ IDE ആപ്ലിക്കേഷൻ കോഡ് ബിൽഡ് ചെയ്യുകയും കമ്പൈൽ ചെയ്യുകയും അതോടൊപ്പം വർക്ക്സ്പേസിന് താഴെയായി പ്രത്യക്ഷപ്പെടുന്ന ഔട്ട്പുട്ട് വിൻഡോവിൽ പ്രോഗ്രാം റൺ ചെയ്യുകയും ചെയ്യുന്നു. IDE Enter any number എന്ന് ലഭ്യമാകുന്നു. ഏതെങ്കിലും ഒരു നമ്പർ നൽകിയതിനു ശേഷം Enter കീ അമർത്തുക. ഒരു വോൾ നമ്പറോ ഫ്ലോട്ടിംഗ് പോയിന്റ് നമ്പറോ നൽകുകയാണ് വേണ്ടത്. ഇപ്പോൾ ഒരു അസൈൻമെന്റ്. കീബോർഡ് ഇൻപുട്ട് റീഡറിൽ പ്രോജക്റ്റിനെ കുറച്ച് കൂടുതൽ വിപുലമാക്കുന്നതിനായി മറ്റൊരു പ്രോജക്റ്റ് കൺവേർട്ട് ചെയ്യാം. അതായത് ഇൻപുട്ട് ടെമ്പറേച്ചർ എടുക്കുന്ന ടെമ്പറേച്ചർ കൺവേർട്ടർ ആപ്ലിക്കേഷൻ. സെൽഷ്യസിനെ ഫാരൻഹൈറ്റ് ആയും തിരിച്ചും കൺവേർട്ട് ചെയ്യുക. കൺവേർട്ട് ചെയ്യുന്ന ടെമ്പറേച്ചർ ഔട്ട്പുട്ട് വിൻഡോയിൽ നൽകുന്നു. അസൈൻമെന്റ് മുന്നേ രൂപപ്പെടുത്തിയതാണ്. ഈ അസൈൻമെന്റ് റൺ ചെയ്തു നോക്കാം. ഈ പ്രോഗ്രാം എന്നോട് ഇൻപുട്ട് ടെമ്പറേച്ചർ ഔട്ട്പുട്ട് വിൻഡോവിൽ എന്റർ ചെയ്യുവാൻ ആവശ്യപ്പെടുന്നു. ഉദാഹരണത്തിന് -40 ഫാരൻഹൈറ്റ്. സാമ്പിൾ ടെമ്പറേച്ചർ എന്റർ ചെയ്തപ്പോൾ കൺവേർട്ടഡ് ടെമ്പറേച്ചർ സെൽഷ്യസിൽ ലഭ്യമാകുന്നു. സ്ക്രീനിൽ താഴെ പറയുന്ന ലിങ്കിൽ ലഭ്യമാകുന്ന വീഡിയോ കാണുക. അത് സ്പോക്കൻ ട്യൂട്ടോറിയൽ പ്രോജക്റ്റ് സംഗ്രഹിക്കുന്നു. നിങ്ങൾക്ക് നല്ല ബാൻഡ്വിഡ്ത്ത് ഇല്ലെങ്കിൽ ഡൗൺലോഡ് ചെയ്ത് കാണാവുന്നതാണ്. സ്പോക്കൻ ട്യൂട്ടോറിയൽ പ്രോജക്റ്റ് ടീം സ്പോക്കൻ ട്യൂട്ടോറിയൽ ഉപയോഗിച്ച് വർക്ക്ഷോപ്പുകൾ നടത്തുന്നു. ഓൺലൈൻ പരീക്ഷ വിജയിക്കുന്നവർക്ക് സർട്ടിഫിക്കറ്റുകൾ നൽകുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് താഴെ പറയുന്ന ഇമെയിലിൽ ബന്ധപ്പെടുക. സ്പോക്കൻ ട്യൂട്ടോറിയൽ പ്രോജക്റ്റ് ടോക്ക് ടു എ ടീച്ചർ എന്ന പ്രോജക്റ്റിന്റെ ഭാഗമാണ്. ഇതിനെ പിന്തുണയ്ക്കുന്നത് നാഷണൽ മിഷൻ ഓൺ എഡ്യൂക്കേഷൻ ത്രൂ ICT, MHRD, ഗവൺമെന്റ് ഓഫ് ഇന്ത്യ എന്നിവയാണ്. ഈ ട്യൂട്ടോറിയൽ തയ്യാറാക്കുന്നതും പിന്തുണയ്ക്കുന്നതും. കൂടുതൽ വിവരങ്ങൾ താഴെ കാണുന്ന ലിങ്കിൽ ലഭ്യമാണ്. ഈ ട്യൂട്ടോറിയൽ സംഭാവന ചെയ്തത് സരിൻ ബാബു, ശബ്ദം നൽകിയത് വിജി നായർ. ഞങ്ങളുടെ NetBeans ട്യൂട്ടോറിയൽ അംഗമായതിനും ഉപയോഗിച്ചതിനും നന്ദി.